ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ മൊഡ്യൂൾ 1 നിന്നായിരുന്നു തുടങ്ങിയത്. സോ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ കമ്പണൻസ്, ഫങ്ഷണൽ ഡയഗ്രാം ഓഫ് കമ്പ്യൂട്ടർ തുടങ്ങിയ ഒന്ന് രണ്ട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. പിന്നെ മൊഡ്യൂൾ 1 ഇനി അടുത്ത വരുന്ന ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ജനറേഷൻസ് ആൻഡ് ടൈപ്സ് ഇതൊക്കെയാണ്. സോ ഫണ്ടമെന്റൽസ് ആണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത മീൻസ് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ ജനറേഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ? നമുക്കതെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഫാദർ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടറിൻ്റെ പേര്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ? ദ അനലിറ്റിക്കൽ എൻജിൻ വിച്ച് ഇസ് ഡിസൈൻഡ് ബൈ ചാൾസ് ബാബേജ്. അതാണ് അനലിറ്റിക്കൽ എൻജിനാണ് ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടറിൻ്റെ പേര്. നെക്സ്റ്റ്, വാട്ട് വാസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ? ENIAC. ENIAC ആണ് ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. അടുത്ത ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാം കൊണ്ടുവന്നത് ആരാണ്, ഡെവലപ്പ് ചെയ്തത്? അഡാ ലവ്ലേസ്. അഡാ ലവ്ലേസ്. അപ്പോൾ ENIACിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഡെവലപ്പർ ആരാണ്? അഡാ ലവ്ലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ? അതായത് നമ്മുടെ 5 ജനറേഷൻസ് എന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയെ ബേസ് ചെയ്താണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷനിൽ വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തേക്കുന്നു. സെക്കൻഡ് ജനറേഷൻസിൽ ട്രാൻസിസ്റ്റർ. തേർഡ് IC മീൻസ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഫോർത്തിൽ മൈക്രോ പ്രോസസ്സേഴ്സ്. ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ ഓൺവേർഡ്സ് AI യൂസ് ചെയ്യാൻ തുടങ്ങി. സോ വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ICs, മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് AI. ഓക്കെ, VTIMA. ഓക്കെ, VTIMA. അതൊന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്, ഏത് ടെക്നോളജിയാണ് ഓരോ ജനറേഷനിലും യൂസ് ചെയ്തേക്കുന്നത്. VTIMA. വാക്വം ട്യൂബ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ICs, മൈക്രോ പ്രോസസ്സേഴ്സ് ആൻഡ് AI. സോ ഇനി നമുക്ക് വാട്ട് ടെക്നോളജി വാസ് യൂസ്ഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ചോദിച്ചാൽ എന്തറിയാം? അല്ലേ, വാക്വം ട്യൂബ്സ്. അതിന് എക്സാമ്പിൾസ് ആണ്. വാട്ട് ആർ സം എക്സാമ്പിൾസ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ്? ENIAC, UNIVAC, EDSAC, EDVAC. ഇതെല്ലാം ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ഇത് നോട്ട് ഡൗൺ ചെയ്ത് അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ കണ്ടെടുത്തിട്ട് നിങ്ങൾ അത് ഈ കമൻസിൽ പറയണം. ENIAC, UNIVAC, EDSAC, EDVAC. ENIAC നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള 3 നിങ്ങൾ ഫുൾ ഫോം കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യണേ. അടുത്ത 8th ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ? ട്രാൻസിസ്റ്റേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് IBM 7094, CDC 1604 ആൻഡ് UNIVAC 1108. സോ ഈ യുണിവാക്കിൻ്റെ തന്നെ അടുത്ത വേർഷനൊക്കെ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആയിട്ടാണ് ഡെവലപ്പ് ആക്കിയിട്ടുള്ളത്. പിന്നെ അഡീഷണൽ എക്സാമ്പിൾസ് ഓരോ ജനറേഷനിലും നമുക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മോഡൽസ് എല്ലാം ഇവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോയുടെ അടിയിൽ. നെക്സ്റ്റ്, വാട്ട് ടെക്നോളജി ഡിഫൈൻഡ് ദ തേർഡ് ജെൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? എന്താണ്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അതിന് എക്സാമ്പിൾസ് ആണ് IBM 360, PDP-8, Honeywell 6000 എന്നൊക്കെ തുടങ്ങിയ കമ്പ്യൂട്ടേഴ്സ് അതിന് എക്സാമ്പിൾ ആണ്. ഫോർത്ത് ജനറേഷനിൽ എന്താണ്? മൈക്രോ പ്രോസസ്സേഴ്സ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് ആപ്പിൾ 2, IBM PC, Intel 8085 ബേസ്ഡ് സിസ്റ്റംസ്. ഇതൊക്കെ ഫോർത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഫിഫ്ത്ത് ജനറേഷൻ ഓഫ്, അത് ഞാൻ സ്പീഡിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ VTIMA ഓർത്തിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അത് വീണ്ടും വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത്. സോ വാട്ട് ഡിഫൈൻസ് ഫിഫ്ത്ത് ജെൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പാരലൽ പ്രോസസ്സിങ്. മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്ത് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ജോബ് ചെയ്യുന്ന ഒരു വേ ഓഫ് പ്രോസസ്സിംഗ് ആണ് പാരലൽ പ്രോസസ്സിങ്. സ്പീഡ് കൂടുന്നു, AI ഉപയോഗം വന്നു. സോ അതെല്ലാമാണ് ഫിഫ്ത്ത് ജെൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിൽ വരുന്നത്.
ഇനിയും ഉള്ളൊരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്താണ് എന്നുള്ളത്. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്? അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വർക്ക് വിത്ത് കണ്ടിന്യൂസ് ഡേറ്റയിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് വിത്ത് ഡിസ്ക്രീറ്റ് ഡേറ്റ, ദാറ്റ് ഈസ് ബൈനറി ഡേറ്റയിൽ വർക്ക് ചെയ്യുന്ന സീറോസ് ആൻഡ് വൺസിൽ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. ഹൈബ്രിഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇറ്റ് കമ്പൈൻസ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്, അതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഇനി വാട്ട് ആർ ദ അപ്പം അത് വർക്ക് ചെയ്യുന്ന ഡേറ്റാനെ ബേസ് ചെയ്തിട്ടാണ് ഈ അനലോഗ് ഡിജിറ്റൽ ഹൈബ്രിഡ് എന്നൊരു ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് പവർ? സൈസിനെയും പവറിനെയും ബേസ് ചെയ്ത് വരുന്ന കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിംസ് ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവാം സൈസ്, പവർ. മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, മിനി കമ്പ്യൂട്ടേഴ്സ്, മെയിൻ ഫ്രെയിംസ് ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. മൈക്രോ കമ്പ്യൂട്ടറിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എ സ്മോൾ ലോ കോസ്റ്റ് കമ്പ്യൂട്ടർ ഫോർ പേഴ്സണൽ ഓർ ഓഫീസ് യൂസ്. നമ്മൾ യൂസ് ചെയ്യുന്ന PCs ആൻഡ് ലാപ്ടോപ്സ് ഒക്കെ കംസ് അണ്ടർ എന്താണ്? മൈക്രോ കമ്പ്യൂട്ടർ, എ സ്മോൾ ലോ കോസ്റ്റ് കമ്പ്യൂട്ടർ. സൂപ്പർ കമ്പ്യൂട്ടർ ആകുമ്പോഴത്തേക്കും കോംപ്ലക്സ് ആയിട്ടുള്ള സയന്റിഫിക് കാൽക്കുലേഷൻസ്, വെതർ ഫോർകാസ്റ്റിംഗ് തുടങ്ങിയ ടാസ്കുകൾ, സിമുലേഷൻസ് ഒക്കെ ചെയ്യുന്നത് സൂപ്പർ കമ്പ്യൂട്ടറിലാണ്. കോംപ്ലക്സ് സയന്റിഫിക് കാൽക്കുലേഷൻസ്, വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് സിമുലേഷൻസ് ഇതെല്ലാം സൂപ്പർ കമ്പ്യൂട്ടറിലാണ്. വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് ദ 5th ജനറേഷൻ കമ്പ്യൂട്ടർ? നമുക്കറിയാം 5th ജനറേഷൻ കമ്പ്യൂട്ടറിന്റെ കീ ഫീച്ചർ എന്ന് പറയുന്നത് AI ആണ്. സോ യൂസ് ഓഫ് AI, അതുപോലെ യൂസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റംസ്, NLP അഥവാ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, അതിൻ്റെ പ്രൊവിഷനുള്ള സിസ്റ്റംസ് ആണ് മെയിൻലി 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് കുറച്ച് ജനറൽ ഫാക്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ്. കോൺസെപ്റ്റ്സ് എന്തെങ്കിലും നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കാണാം. 20 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. സോ ഹൂ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ? നമുക്കറിയാം ചാൾസ് ബാബേജ്. ഫസ്റ്റ് ടൈം കമ്പ്യൂട്ടർ എന്താണ് യൂസ് ചെയ്തത്? അല്ലേ, വാക്വം ട്യൂബ്സ്. ഇതാണ് മെയിൻലി ഈ ഒരു പോർഷനിൽ നിന്ന് കൂടുതലും വരാറുള്ളത്. ഏതാണ്? ഈ ജെന്നിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് കൂടുതലും വരുന്നത്. പിന്നെ നമുക്ക് എക്സാമ്പിൾസ് വേണമെങ്കിൽ ചോദിക്കാം. എക്സാമ്പിൾസ് അത് എനിക്ക് തോന്നുന്നു 5th 4th ഓൺവേർഡ്സിലൊക്കെ വരുന്ന എക്സാമ്പിൾസ് ആണ്. അത് ഇപ്പോൾ അത് നമുക്കൊരു സിസ്റ്റം തന്നിട്ട് അത് ഏത് ജെന്നിൽ വരുന്നതാണോ എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ പവർ കമ്പയർ ചെയ്യും. സൂപ്പർ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ സീരീസിൽ വരുന്ന ഏതൊക്കെ സിസ്റ്റംസ് എന്നൊക്കെ നോക്കി വെച്ചിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. സോ ദ 2nd ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് എന്താണ്? VT അല്ലേ, സോ ട്രാൻസിസ്റ്റേഴ്സ്. 3rd gen ഓഫ് കമ്പ്യൂട്ടേഴ്സ് വാസ് ബേസ്ഡ് ഓൺ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. 4th gen വാസ് മൈക്രോ പ്രോസസ്സേഴ്സ്. 5th gen എന്താണ്? AI. ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഏതാണെന്നാ പറഞ്ഞ്? ENIAC ആണ് അല്ലെ. യൂണിവാക് സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. യൂണിവാക് സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഒരു പണി ഞാൻ തീർത്തു തന്നേ. ഇനി മറ്റേ രണ്ടുമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ദ ടേം കമ്പ്യൂട്ടർ ബഗ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ആരാണ്? കമ്പ്യൂട്ടർ ബഗ് ഗ്രാസ് ഹോപ്പർ എന്ന് ഓർത്താൽ മതി. അതൊരു ചെറിയൊരു ബഗ് പോലെ ഒരു ജീവിയല്ലേ, മീൻസ് അതുപോലെയാണ്. ഗ്രേസ് ഹോപ്പർ ആണ് കമ്പ്യൂട്ടർ ബഗ് എന്ന് പറയുന്ന ഒരു ടേം ഫസ്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ബഗ് എന്ന് പറയുന്ന ടേം കൊണ്ടുവന്നത് ആരാണ്? ഗ്രേസ് ഹോപ്പർ. വിച്ച് ജനറേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജനറേഷൻ ഏതാണ്? 3rd ജനറേഷനിലാണ് OS എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചത്, മീൻസ് കൊണ്ടുവന്നത്. VTI ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് യൂസ് ചെയ്തതിന് ശേഷം. സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് അത് ജോൺ വോൺ ന്യൂമാൻ ആണ് കേട്ടോ. അഡാ ലവ്ലേസ് എന്താണ് കൊണ്ടുവന്നത്? പ്രോഗ്രാമാണ്, ഫസ്റ്റ് പ്രോഗ്രാം. സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജോൺ വോൺ ന്യൂമാൻ ആണ്. The major advantage of 2nd generation computers was AI അല്ല എന്ന് നമുക്കറിയാം. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒന്നും ആയില്ല. സോ കളർ ഡിസ്പ്ലേയും അല്ല. സ്മോളർ സൈസ് ആൻഡ് ഫാസ്റ്റർ സ്പീഡാണ്, കുറച്ചും കൂടെ ചെറിയ സൈസ്. കാരണം എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് വന്നു. വാക്വം ട്യൂബ്സിന്റെ അത്രയും സൈസ് അല്ല, കുറച്ചും കൂടെ റെഡ്യൂസ്ഡ് സൈസ് ആൻഡ് ഫാസ്റ്റർ സ്പീഡാണ് 2nd gen കമ്പ്യൂട്ടറിലുള്ള
അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ? ഏതാണ്? ക്രേ ആണ്, ക്രേ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ച് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ നെയിം ഓർത്ത് വെക്കുക. അങ്ങനെയൊക്കെയുള്ള ഓരോ സീരീസിലും ഓരോ ജനറേഷനിലും വരുന്ന കുറെ കൂടെ ഫെമിലിയർ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ. ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഐ തിങ്ക് സൈമർ ക്രേ ആണ്. സോ അതുകൊണ്ട് തന്നെ അത് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും, ക്രേ 1 എന്ന് പറയുന്നത്. വിച്ച് കമ്പ്യൂട്ടർ ടൈപ്പ് ഈസ് മോസ്റ്റ് പവർഫുൾ? ഏതായിരിക്കും? സൂപ്പർ കമ്പ്യൂട്ടർ തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ. പവർഫുൾ ഇൻ ദ സെൻസ് എന്താണ്? ഒരുപാട് പ്രോസസ്സിംഗ് പവർ ഉള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ. വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന എന്താണ്? സൂപ്പർ കമ്പ്യൂട്ടർ. നമ്മൾ പറഞ്ഞു, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സയന്റിഫിക് കാൽക്കുലേഷൻസ്, വെതർ ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ സിമുലേഷൻസ് തുടങ്ങിയ ആക്ടിവിറ്റീസിൽ നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. വിച്ച് ഈസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ? കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ മീൻസ് പ്രൊഡ്യൂസ് ചെയ്ത കമ്പ്യൂട്ടറാണ് യൂണിവാക് 1 എന്ന് പറയുന്നത്. യൂണിവാക് 1 ആണ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ. അനലോഗ് ആൻഡ് ഡിജിറ്റൽ ഡേറ്റ ബോത്ത് പ്രോസസ് ചെയ്യുന്ന ഏതാണെന്നാ പറഞ്ഞ്? ഹൈബ്രിഡ്. പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എയിം ടു അച്ചീവ് വാട്ട് ആൻഡ് വാട്ട്? പാരലൽ പ്രോസസ്സിംഗ് ആൻഡ് AI. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ് വിത്ത് AI അഡ്വാൻസ്മെന്റ്സ്? ഇപ്പോഴും ഓൺ ഗോയിങ് ചെയ്തോണ്ടിരിക്കുന്ന ഏതായിരിക്കും? ഓഫ് കോഴ്സ് എന്തായിരിക്കും? ഫിഫ്ത്ത് ജനറേഷൻ ആണ്, അല്ലേ? Which of these computers is designed for multiple users and massive data processing? Multiple users വരണം എന്നുണ്ട്, ഒരുപാട് ഡേറ്റ പ്രോസസ് ചെയ്യണം. അപ്പം അത്രയും എന്താണ്, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സിനെയും അതുപോലെ മാസീവ് ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും.